അപ്പൊ എന്നെ പറ്റിച്ചതാണോ എന്ന് ഞാൻ വിചാരിച്ചു പോയ ഒരു ഓൺലൈൻ കസ്റ്റമറിന് ചെയ്ത് കൊടുത്ത വർക്കായിരുന്നു കേട്ടോ ഇത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കസ്റ്റമർ അഡ്വാൻസ് ഒക്കെ തന്നിട്ടായിരുന്നു ഈ ഒരു വർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് അയച്ചു കൊടുത്തിട്ട് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ക്യാഷ് ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞ് പോയ ആളാ. പിന്നെ ഒരു വിവരമില്ല, മെസ്സേജിനൊന്നും റിപ്ലൈ ഇല്ല. അത് കഴിഞ്ഞ റിപ്ലൈ വന്ന് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ചേച്ചി, അമ്മയുടെ മെസ്സേജ് ഒക്കെ എടുത്ത് അതുകൊണ്ടാണ് റിപ്ലൈ ഒന്നും തരാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിന് ശേഷം വീണ്ടും റിപ്ലൈ ഒന്നുമില്ല. അങ്ങനെ പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിന് ഞാൻ പറ്റിക്കപ്പെട്ടു. കാരണം ഓൾറെഡി ഇങ്ങനത്തെ അനുഭവം ഉള്ളതുകൊണ്ട് വീണ്ടും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അതാണല്ലോ തോന്നുന്നു. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്ന പറയുന്ന പോലെ. അങ്ങനെ ഞാൻ എന്റെ പ്രതീക്ഷയ്ക്ക് വിട്ട് നിൽക്കുമ്പോൾ വീണ്ടും ആൾ എന്റെ മെസ്സേജിന് റിപ്ലൈ തന്നു. എന്തുകൊണ്ടാണ് റിപ്ലൈ ആൾ ചെയ്യാഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്നെ ഈ സംശയത്തിന്റെ മുൾമുനയിൽ എത്തിച്ച് ഈ കസ്റ്റമറിന് ഞാൻ ചെയ്ത് കൊടുത്ത വർക്ക് ഒരു ബസ്റ്റിയർ കോസെറ്റ് ക്രോപ്പ് ടോപ്പ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കോസെറ്റ് ക്രോപ്പ് ടോപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ സംഭവം നമ്മൾ സാധാ ക്രോപ്പ് ടോപ്പ് ചെയ്യുന്ന പോലെ അത്രയ്ക്ക് ഈസിയല്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കോസെറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കസ്റ്റമറിന്റെ കൃത്യ അളവ് എടുത്തിട്ട് അതിനൊത്തിട്ട് നമ്മളൊരു പാറ്റേൺ മേക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു മെറ്റീരിയൽ സംഭവം കട്ട് ചെയ്തിട്ട് ഈ ക്രോപ്പ് ടോപ്പ് അടിക്കാൻ. അപ്പൊ ഇതിന് ഞാൻ ഓൾറെഡി എടുക്കുന്നതിന്റെ എക്സ്ട്രാ എഫേർട്ട് എടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ ഒരു പേയ്മെന്റ് കൂടി കിട്ടൂലാന്ന് തോന്നിയപ്പോൾ ആകെപ്പാടെ ഒരു സങ്കടമായിരുന്നു സത്യം പറയാലോ. പിന്നെ ഈ കസ്റ്റമർ എന്നെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്.